നമസ്കാരം. ശബരിമലയിൽ മറ്റ് ഭക്തന്മാരെ അവഗണിച്ച് ദിലീപിനൊരു പ്രത്യേക പരിഗണന കൊടുത്ത സംഭവത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടതാണ്. ആ ഒരു വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരുന്നു. ബാക്കിയുള്ള ഭക്തന്മാരെ എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കണം, ആർക്കും അങ്ങനെ പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കാൻ വേണ്ടി പാടില്ല. എന്നിട്ട് അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനൊക്കെ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞേക്കാണ്. അപ്പം അവിടുത്തെ ഭരണാധികാരികളിലെ ഒന്ന് രണ്ട് ആൾക്കാർ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പറയുന്നത് കേട്ടു, അവിടെ ആർക്കും അങ്ങനെ പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കില്ല, ആർക്കും VIP പരിഗണന കൊടുക്കില്ല എന്ന്. വെറുതെയാണ്. അപ്പൊ നമ്മൾ ഈ കണ്ടോണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ചുമ്മാതാണോ? നമ്മളെന്ത് പൊട്ടന്മാരാണോ? അവിടെയുള്ള എത്രയോ ഭക്തന്മാർ പറയുന്നു അങ്ങനെ VIP പരിഗണന പല ആൾക്കാർക്കും കൊടുക്കുന്നു എന്ന്. സിനിമാ നടന്മാർക്ക് മാത്രമല്ല, വലിയ വലിയ അധികാരികളുണ്ടല്ലോ, ഇപ്പൊ പോലീസ് ഫോഴ്സിലിരിക്കുന്നവരായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, വലിയ വലിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാര്, ദേവസ്വം ബോർഡിലെ അണ്ടറിലുള്ള ആൾക്കാർ, ഇവരുടെയൊക്കെ ബന്ധുക്കളൊക്കെ വന്നാൽ പോലും അവിടെ പ്രത്യേക പരിഗണന കൊടുക്കാറുണ്ട്. അവർക്ക് ക്യൂ നിൽക്കേണ്ട, മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട, അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള ഇതൊന്നും നിൽക്കേണ്ട, ഡയറക്റ്റ് ആയിട്ട് അവരെ കയറ്റി വിട്ടിട്ട് അയ്യപ്പന് മുമ്പിൽ ദർശനം നടത്തി പോകാനുള്ള ഇത് അവർക്ക് കൊടുക്കാറുണ്ട്. പല ഭക്തന്മാരും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനി ദിലീപിന് VIP പരിഗണന കൊടുത്തില്ല എന്ന് പറയുന്നു. ഞാൻ ഈ കാണിച്ചേക്കുന്ന ഒരു വീഡിയോ കണ്ടോ? ഇവിടെ ദിലീപ് എത്തിയത് ഇരുമുടിക്കെട്ടോടു കൂടി അല്ല എന്നും കേൾക്കുന്നു. മറുഭാഗത്തു കൂടി എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയുടെ ആ ഭാഗത്തു കൂടി വന്ന് നേരെ ശ്രീകോവിൽ മുന്നിൽ നിൽക്കുക, ദർശനം കഴിച്ച് തിരിച്ചു പോവുക എന്നുള്ളതാണ്. മണിക്കൂറുകളോടാക്കി നിന്നിരിക്കുന്ന അയ്യപ്പന്മാരുണ്ടല്ലോ, അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവർക്കില്ലാത്ത ഒരു പ്രിവിലേജും ദിലീപിനെ പോലുള്ള നടന്മാർക്കോ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. സുനിൽ സ്വാമിക്ക് ഉണ്ടാവാൻ പാടില്ല. ഇനി ഏതെങ്കിലും നോർക്ക ഓഫീസർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനും ഉണ്ടാവാൻ പാടില്ല. ഇത് റിപ്പോർട്ടർ ചാനലിൽ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ്. ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് സ്ഥിരം പരിപാടിയാണ്. കാശുള്ളവർക്ക് കുറച്ച് പ്രത്യേക പരിഗണന, ബാക്കിയുള്ളവരെ അവഗണിക്കുക, അവരെ ബുദ്ധിമുട്ടിക്കുക. ഓക്കെ, കാശിന്റെ ഇതിൽ അവർക്ക് പ്രത്യേക പരിഗണന കൊടുത്തോട്ടെ, പക്ഷെ ബാക്കിയുള്ള ഭക്തന്മാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവർ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയാണ്, ഇത്രയും കഷ്ടപ്പെട്ട് അവിടേക്ക് വരുന്നതാണ്. ദിലീപിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുമുടിക്കെട്ട് പോലും ഇല്ല. അവിടെ വരേണ്ട ഒരു രീതിയുണ്ട്. ശബരിമല പോലത്തെ അമ്പലങ്ങളിൽ വരേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിക്കനുസരിച്ചായിരിക്കണം അവിടെ അയ്യപ്പന്മാർ വരേണ്ടത് എന്നാണ് പറയുന്നത്. ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ വലിയ കേസൊക്കെ ആയിരുന്നു. ആ കേസിൽ ഈ ശബരിമലയിൽ നിന്ന് അപ്പിയർ ആയിട്ടുള്ള വക്കീൽ പറഞ്ഞൊരു മെയിൻ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 41 ദിവസം മാലയിട്ട് 41 ദിവസം കഠിന വ്രതം എടുത്തിട്ട് വേണം അവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. സ്ത്രീകൾക്കൊരിക്കലും അത് സാധിക്കില്ല എന്നുള്ളൊരു പോയിന്റ് അവർ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പൊ ഇതേപോലെ ഇരുമുടിയും ഇല്ലാതെ വ്രതവും എടുക്കാതെ മാലയും ഇടാതെ വരുന്ന ഇവരെ പോലെയുള്ളവരെയും അവിടെ കയറ്റാൻ വേണ്ടിയിട്ട് പാടില്ല. അവിടെ കഷ്ടപ്പെട്ട് 41 ദിവസം വ്രതം എടുത്ത് കഷ്ടപ്പെട്ട് വരുന്ന അയ്യപ്പന്മാരുണ്ട്, അവരെ അവഗണിച്ചു. വൃദ്ധരുണ്ട്, അവിടെ കുഞ്ഞു കുട്ടികളുണ്ട്, അവരെയൊക്കെ അവഗണിച്ചിട്ടാണ് ഇവർ ഈ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശബരിമലയുടെ കാര്യം മാത്രമല്ല കേട്ടോ, നമ്മുടെ കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിലൊക്കെ തന്നെ ഈ പരിപാടി നടക്കുന്നുണ്ട്. ഗുരുവായൂരമ്പലത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളാരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കില്ല. അതാണ് ഒരു മെയിൻ വിഷയം. ആ ഒരു സ്ഥലത്ത് നിന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവത്തിനെ കാണാൻ പോലും പറ്റത്തില്ല, നമ്മളെ പറഞ്ഞു വിടും. അവിടെ പോലീസുകാർ ഇടപെടും, അങ്ങനെ അവിടുത്തെ ആൾക്കാർ ഇടപെടും, ഭരണാധികാരികൾ ഇടപെടും, ആകെ സീനാകും. അവസാനം നമുക്ക് തൊഴാൻ പോലും ഒരു അവസരം കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പല ആൾക്കാരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാറില്ല, റിയാക്ട് ചെയ്യില്ല. ഇതിനെ റിയാക്ട് ചെയ്യാതെ ഇരുന്നാൽ, പ്രതികരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സംഭവം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു വിഷയം അറിഞ്ഞു, നമ്മൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായി. ഇല്ലായിരുന്നെങ്കിലോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരുന്നേനെ. ഇനിയിപ്പോൾ കോടതി ഇടപെട്ടാലും ഇത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. നമുക്കറിയാം എത്രത്തോളം നാളിത് ഒഴിവാക്കി നിർത്തും ആൾക്കാർ. നമുക്കറിയാം കുറച്ച് കാശുള്ള ആൾക്കാർ വരുമ്പോൾ വലിയ പരിഗണന കൊടുത്തിട്ട് അവരെ മുമ്പിൽ കൊണ്ട് നിർത്തിക്കും. പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്യണം, നമ്മൾ പ്രതികരിക്കണം. ഇതൊരു ഇൻജസ്റ്റിസ് തന്നെയാണ്, ഒരു അവഗണന തന്നെയാണ്, ഇനിക്വാളിറ്റി തന്നെയാണ്. അപ്പം അങ്ങനത്തെ ഇനിക്വാളിറ്റിയും അവഗണനയും ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് എല്ലാവരും കൂട്ടത്തോടു കൂടി പ്രതികരിക്കണം. നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനത്തെ ഒരു ഇനിക്വാളിറ്റി ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ഈക്വലാണ്. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഈക്വലാണ്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഈക്വലാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ അങ്ങനെയല്ല കണ്ടുവരുന്നൊരു സംഭവം. പക്ഷേ ദൈവത്തിന് മുമ്പിലെങ്കിലും എല്ലാവരും ഈക്വൽ ആയിരിക്കണം. നമുക്കവിടെ എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ആണ്. ഭക്തരെല്ലാവരും ഭക്തരാണ്. അവിടെ പ്രത്യേകിച്ച് കൂടിയ ഭക്തൻ, കുറഞ്ഞ ഭക്തൻ, അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അത് നമ്മുടെ റൈറ്റാണ്. ആ അവകാശം നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പ്രതികരിക്കണം, കൂട്ടത്തോടെ പ്രതികരിക്കണം. അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ അതിനകത്ത് പ്രതികരിച്ചായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നേനെ. പക്ഷെ ഇവിടെ നോക്ക്, ദിലീപിന്റെ കൂടെ അനുയായികളും ഉണ്ട്, ചിരിച്ചുല്ലസിച്ചാണ് വരുന്നത്. അവന്മാരും കൂടി അങ്ങോട്ട് കയറുക, അവിടെ പോവുക, തൊഴുക, തിരിച്ചു പോരുക.
എന്നിട്ട് കുറേ ഭക്തന്മാർ അവിടെ നിൽപ്പുണ്ട് ചിരിച്ചുകൊണ്ട്. അവർക്ക് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനെതിരെയൊക്കെ എന്താണ് റിയാക്ട് ചെയ്യാതെ നിൽക്കുന്നത്? റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും.